prayer. പ്രാതസ്മരണ എല്ലാവരും ചൊല്ലിയല്ലേ? വെരി ഗുഡ്. എക്സസൈസ് എല്ലാവരും എക്സസൈസ് ചെയ്തോ? ചെയ്തു അല്ലേ? വെരി യെസ്. ഓക്കെ. ഡിഡ് യു സ്റ്റഡി ദ പ്രീവിയസ് പോർഷൻ? ബിഗ് ആൻഡ് സ്മോൾ ആൻഡ് ടോൾ ആൻഡ് ഷോർട്ട് പഠിച്ചു അല്ലേ? ഓക്കെ. എന്നാൽ ഇന്ന് നമുക്ക് ആദ്യം ഒരു ശിശുഗീതം ചൊല്ലാം. അതിനുശേഷം നമുക്ക് പോർഷനിലേക്ക് പോകാം. ഓക്കെ. ഒരിക്കലൊരു കാക്ക മരക്കൊമ്പിലിരിക്കെ ദൂരെയൊരു മുറ്റത്ത് കുടത്തിൽ വെള്ളം കണ്ടു. കുടത്തിൻ വക്കിൻ ചെല്ലവേ വെള്ളം താണു കണ്ടു. കുടിക്കുന്നതിനായി മാർഗമൊന്നും കണ്ടില്ല. കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തി ഇടവേ വെള്ളം പൊങ്ങി വന്നു. വേണ്ടുവോളം കുടിച്ചു. ബുദ്ധിയുള്ള കാക്ക വെള്ളവും കുടിച്ച് കാക്കാ പാടി പറന്നങ്ങു പോയി. കൊള്ളാമോ? ശിശുഗീതം കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് വീട്ടിലിരുന്ന് നിങ്ങൾ ചൊല്ലി പഠിക്കണം കേട്ടാ. ഞാനിത് ഒരിക്കൽ കൂടി ചൊല്ലിത്തരാം കേട്ടോ. ഒരിക്കലൊരു കാക്ക മരക്കൊമ്പിലിരിക്കെ ദൂരെയൊരു മുറ്റത്ത് കുടത്തിൽ വെള്ളം കണ്ടു. കുടത്തിൻ വക്കിൻ ചെല്ലവേ വെള്ളം താണു കണ്ടു. കുടിക്കുന്നതിനായി മാർഗമൊന്നും കണ്ടില്ല. കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തി ഇടവേ വെള്ളം പൊങ്ങി വന്നു. വേണ്ടുവോളം കുടിച്ചു. ബുദ്ധിയുള്ള കാക്ക വെള്ളവും കുടിച്ച് കാക്കാ പാടി പറന്നങ്ങു പോയി. കൊള്ളാമോ? ടീച്ചറിൻ്റെ പാട്ട് കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ശിശുഗീതം ടെക്സ്റ്റ് കിട്ടിയായിരുന്നോ? അതിലുണ്ട് ഈ പാട്ട്. അതിൽ നോക്കി നല്ലവണ്ണം പഠിക്കണം കേട്ടോ. ഓക്കെ. ടുഡേ we will start the portion. Identify the long and short. Long and short. പിന്നെ എന്താ? more and less അല്ലേ? long എന്താണ്? വലുത് അല്ലേ? ഷോർട്ട് എന്താണ്? ചെറുത്. അതായത് നീളം കൂടിയത്. നീളം കൂടിയതിന് എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോങ്? നീളം കൂടിയത് അല്ലേ? ലോങ്. ലോങ് മീൻസ് നീളം കൂടിയത്. ഷോർട്ട് മീൻസ് നീളം കുറഞ്ഞത്. മോർ മീൻസ് കൂടുതൽ. ലെസ് മീൻസ് കുറവ് അല്ലേ? ഒരു സാധനം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുന്നത്? മോർ. കുറച്ചുള്ള സാധനത്തിന് എന്താ പറയുന്നത്? ലെസ് അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ സ്റ്റിക്ക് അല്ലേ? ഇത് ലോങ് ആണോ ഷോർട്ട് ആണോ? ഇത് നല്ല നീളമാണ്. ഇനി ഒരു സ്റ്റിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതും സ്റ്റിക്കാണ്. ഇതിൽ ലോങ് ഏതാണ്? ഷോർട്ട് ഏതാണ്? ഈ സ്റ്റിക്ക് ഈസ് ലോങ്. ഈ സ്റ്റിക്ക് ഈസ് ഷോർട്ട് അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ പെൻസിൽ അല്ലേ? വാട്ട് ഈസ് ദിസ് ഇസ് എ പെൻസിൽ. ദീസ് ആർ പെൻസിൽസ്. ഈച്ച് പെൻസിൽ ഈസ് long. Each pencil is short. അല്ലേ? My right hand object is long. My left hand object is short. Okay. What is this? This is a leaf. അല്ലേ? These are leaves. My right hand object is short. Left hand object is long. Okay. Long, short. Long, short. ഇത് നീളമുള്ളത്, ഇത് നീളം കുറഞ്ഞത് അല്ലേ? ഈസ് പെൻസിൽ ലോങ്, ഈസ് ഷോർട്ട്. ഈസ് ലീഫ് ലോങ്, ഈസ് ഷോർട്ട്. നെക്സ്റ്റ്, മോർ ഓർ ലെസ് അല്ലേ? മോർ മീൻസ് കൂടുതൽ. ലെസ് മീൻസ് കുറവ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ബോൾ. വൺ ബോൾ അല്ലേ? ഹൗ മെനി ബോൾ? വൺ ബോൾ. ഹൗ മെനി ബോൾ? 4 balls. ഇതിൽ ഏതാണ് മോർ, ഏതാണ് ലെസ്? കൂടുതലുള്ളത് ഏതാണ്? റൈറ്റ് ഹാൻഡ് ഓഫ് ബോൾ ഈസ്
മോർ. ലെഫ്റ്റ് ഹാൻഡ് ഈസ് ബോൾ ഈസ് ലെസ് അല്ലേ. ഈ കയ്യിലിരിക്കുന്നതിൽ കുറവാണ്, ഇത് കൂടുതലാണ്. ഇത് മോർ, ഇത് ലെസ് അല്ലേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ലീവ്സ് അല്ലേ. ദീസ് ആർ ലീവ്സ് അല്ലേ. ഇത് മോർ, ഇത് ലെസ് അല്ലേ. റൈറ്റ് ഹാൻഡ് object is less, left hand object is more. Okay, what is this? This is a flower. These are flowers അല്ലേ. അപ്പോൾ right hand object is more, left hand object is less. ഇതിൽ ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് പറഞ്ഞേ. ലീഫ് ഈസ് മോർ, ഫ്ലവർ ഈസ് ലെസ് അല്ലേ. നെക്സ്റ്റ് സ്മോൾ ബോൾ ഈസ് മോർ, ബിഗ് ബോൾ ഈസ് ലെസ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ സ്റ്റോൺ. ദീസ് ആർ സ്റ്റോൺസ് അല്ലേ. വൺ സ്റ്റോൺ അല്ലേ. വൺ സ്റ്റോൺ. ദീസ് ആർ സ്റ്റോൺസ് അല്ലേ. ഈ കയ്യിലിരിക്കുന്നത് എന്താണ്? മോർ. ഇത് ലെസ് അല്ലേ. ഇതിലൊന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലെസ്. ഇതിൽ ഒരുപാട് കല്ലുകളുണ്ടല്ലേ, അപ്പോൾ ഇത് മോർ അല്ലേ. ടേക്ക് യുവർ ടെക്സ്റ്റ്. പുതിയ ക്ലാസ് UKG ക്ലാസ് ടെക്സ്റ്റാണ് എടുക്കാനുള്ളത്. അതിൽ കണ്ടോ പേജ് നമ്പർ 37 എടുക്കുക. പേജ് നമ്പർ 37. അതിന് നോക്കിയേ, ലോങ് ആൻഡ് ഷോർട്ട് കണ്ടോ, മോർ ആൻഡ് ലെസ് കണ്ടോ, കാണിച്ചിരിക്കുന്നത് കണ്ടോ. അതിലെ ലോങ് എന്താണ് പറഞ്ഞത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോങ്? നീളം കൂടിയത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഷോർട്ട്? നീളം കുറഞ്ഞത് അല്ലേ. ഇതിൽ രണ്ട് ട്രെയിൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, ലോങ്ങും ഷോർട്ടും ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. പുട്ട് എ ക്രോസ് ഓൺ ദ ലോങ്ങർ ട്രെയിൻ അല്ലേ. ഇതിൽ നീളമുള്ളതുമുണ്ട് നീളം കുറഞ്ഞതുമുണ്ട്. ഇതിൽ ഏതാ നമുക്ക് ക്രോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ലോങ്ങർ ട്രെയിൻ അല്ലേ. ഇതിൽ ഏതാണ് ലോങ്ങർ ട്രെയിൻ? ഇതാണ് അല്ലേ. അതിലെന്ത് ചെയ്യണം? ക്രോസ് ചിഹ്നം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് മോർ ആൻഡ് ലെസ് അല്ലേ. കൂടുതലും കുറവും. മോർ മീൻസ് കൂടുതൽ, ലെസ് മീൻസ് കുറവ് അല്ലേ. കളർ ദ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് മോർ ഒബ്ജക്റ്റ് അല്ലേ. ഇതില് മോർ കൂടുതലായിട്ടുള്ളത് ഏതാണോ അതിൽ കൂടുതൽ കാണിച്ചിരിക്കുന്നത് അതിൽ കളർ കൊടുക്കുക. ഇതിൽ ഏതാണ്? ഐസ്ക്രീമും കാണിച്ചിട്ടുണ്ട്, ഗ്ലാസും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ വിച്ച് ഈസ് മോർ, വിച്ച് ഈസ് ലെസ് ഏതാണ്? ഇതാണോ മോർ, ഇതാണോ മോർ? ഏതാണ് ഇതിൽ കൂടുതലുള്ളത്? ഇതിൽ 1 2 3. ഇവിടെ 3 ഗ്ലാസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര ഐസ്ക്രീം കാണിച്ചിട്ടുണ്ട്? 1 2 3 4 5 അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഇതാണ് അല്ലേ. ഇതിൽ 5 ഉണ്ട്, ഇത് 3 ഉള്ളല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ ഏതാണ്? 3 ആണോ 5 ആണോ? 5 അല്ലേ. അപ്പോൾ വിച്ച് ഈസ് മോർ? ഐസ്ക്രീം അല്ലേ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം? കളർ കൊടുക്കുക. ഇതിൽ കളർ കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ, 1 2 3 4 ഫ്ലവർ കാണിച്ചിട്ടുണ്ട് അല്ലേ. കണ്ടോ? 4 ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് 2 ബട്ടർഫ്ലൈയും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതാണ് മോറ്? ബട്ടർഫ്ലൈ ആണോ ഫ്ലവർ ആണോ? ഏറ്റവും കൂടുതലുള്ളത് 4 ഫ്ലവറും 2 ബട്ടർഫ്ലൈ. വീട്ടിലിരുന്ന് നിങ്ങൾ ഇതെല്ലാം ഹോംവർക്ക് നല്ലവണ്ണം ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. എല്ലാം മനസ്സിലായോ? ലോങ് ഷോർട്ടും മോർ ആൻഡ് ലെസ് മനസ്സിലായോ? മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഹാർഡ് ആൻഡ് സോഫ്റ്റ്. ഹാർഡ് എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത്. സോഫ്റ്റ് എന്താണ്? മൃദുവായിട്ടുള്ളത് അല്ലേ. ഹാർഡ് ആൻഡ് സോഫ്റ്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫെദർ അല്ലേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫെദർ അല്ലേ. തൂവൽ. തൂവൽ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഫെദർ അല്ലേ. ഈ ഫെദർ വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ സ്റ്റോൺ അല്ലേ. ഇതിൽ ഏതാണ് ഹാർഡ് ഏതാണ് സോഫ്റ്റ് പറയാമോ? നമ്മുടെ തൂവൽ നല്ല സോഫ്റ്റ് ആണ് അല്ലേ. കല്ലാണെങ്കിലോ കട്ടിയുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഹാർഡ് ഏതാണ് സോഫ്റ്റ്? ഫെദർ ഈസ് സോഫ്റ്റ്, സ്റ്റോൺ ഈസ് ഹാർഡ് അല്ലേ. നെക്സ്റ്റ് തിക്കർ ആൻഡ് തിന്നർ അല്ലേ. തിക്കർ തിന്നർ. തിക്കർ എന്ന് വെച്ചാൽ എന്താണ്?
കട്ടിയുള്ളത്. തിന്നെന്ന് വെച്ചാൽ എന്താണ്? മെലിഞ്ഞത്, കട്ടി കുറഞ്ഞത് അല്ലേ? ഇതിൽ ഏതാണ് തിക്കർ, ഇതിൽ ഏതാണ് തിന്നർ അല്ലേ? തിക്കെന്ന് പറയുമ്പോൾ ഏതാണ്? കട്ടിയുള്ളത്. തിന്ന് കട്ടി കുറഞ്ഞത്. ഇതിൽ പെൻസിലാണോ തിക്ക്, വുഡാണോ തിക്ക്? വുഡ് അല്ലേ? വുഡ് ഈസ് തിക്ക് അല്ല. തിന്ന് ഏതാണ്? പെൻസിലാണോ വുഡാണോ? വിച്ച് ഈസ് വുഡ് ആൻഡ് പെൻസിൽ? ഏതാണ്? പെൻസിൽ അല്ലേ? തിൻ ഈസ്, പെൻസിൽ ഈസ് തിന്ന്, വുഡ് ഈസ് തിക്ക് അല്ലേ? സ്റ്റോൺ ആണോ ലീഫാണോ തിക്കും തിന്നും? വിച്ച് ഈസ് തിക്ക്, വിച്ച് ഈസ് തിന്ന്? ഏതാണ്? സ്റ്റോൺ ഈസ് തിക്ക് അല്ലേ? ലീഫ് ഈസ് തിൻ. ഓക്കെ. നെക്സ്റ്റ്, ക്യാൻ യു ഐഡൻറ്റിഫൈ ഏതാണ് തിക്ക്, ഏതാണ് തിന്ന്? വിച്ച് ഈസ് തിക്ക്, വിച്ച് ഈസ് തിൻ? പെൻ ഈസ് തിക്ക്, പെൻസിൽ ഈസ് തിൻ, പെൻ ഈസ് തിൻ. ഓക്കെ. ക്യാൻ യു ഐഡൻറ്റിഫൈ? My right hand object is thin, left hand object is thick. Okay, right hand object is thin, left hand object is thick. Okay, once more, can you identify which is thick, which is thin? എന്ന് പറയൂ. Right hand object is thin, left hand object is thick. Okay. Take our text. Thick and thin. Page number 38 എടുത്ത എല്ലാവരും കണ്ടോ? എല്ലാവരും തിക്കർ ആൻഡ് തിന്നർ അല്ലേ? മേൽ നോക്കിയേ, തിക്ക് ആൻഡ് തിൻ അല്ലേ? ഇതിൽ put a cross against the thinner objects, color the thicker objects. Okay, put a cross against the thinner object അല്ലേ? ഇതിൽ തിന്നർ ആയിട്ടുള്ളതാണ് കാണിച്ചിട്ടിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഏതാണ്? വുഡും കാണിച്ചിട്ടുണ്ട്, സൂചിയും കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏതാണ് തിന്ന്? സൂചിയാണോ വുഡാണോ? വിച്ച് ഈസ് തിൻ, വിച്ച് ഈസ് തിക്ക്? സൂചി ഈസ് തിൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് തിന്നം കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ്, സെക്കൻഡ്, രണ്ട് ബുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? ലുക്ക് ഹിയർ. വിച്ച് ഈസ് തിൻ, വിച്ച് ഈസ് തിക്ക്? തിൻ ഏതാണ്? ഈ ബുക്ക് തിന്നാണല്ലേ? ഇത് തിക്കും അല്ലേ? അപ്പോൾ ഏതാണ്? സെക്കൻഡ് ടെക്സ്റ്റ് ഈസ് തിൻ. ഓക്കെ. നെക്സ്റ്റ്, തേർഡ് നോക്കിയേ. എക്സാമ്പിൾ തേർഡ്, പെൻസിൽ ആൻഡ് പെൻ അല്ലേ? ഇതിൽ വിച്ച് ഈസ് തിൻ? പെൻസിലാണോ പെന്നാണോ തിൻ? പെൻസിൽ ഈസ് തിൻ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? അത് താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ ക്രോസ് ചെയ്യണം. നെക്സ്റ്റ്, കളർ ദ തിക്കർ ഒബ്ജക്റ്റ് അല്ലേ? ഇതിൽ തിക്കർ എന്ന് പറയുന്നു. ഇതാണോ തിക്കർ? വിച്ച് ഈസ് തിക്കർ? ഈ വരയാണോ ഈ വരയാണോ തിക്കർ? ഇതാണല്ലേ സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ഈസ് തിക്കർ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എക്സാമ്പിൾ, വിച്ച് ഈസ് തിക്കർ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് തിക്കർ അല്ലേ? നെക്സ്റ്റ് തേർഡ് നോക്കിയേ. ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണോ സെക്കൻഡ് ഒബ്ജക്റ്റ് ആണോ തിക്കർ? ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് തിക്കർ. നെക്സ്റ്റ് നോക്കിയേ. എക്സാമ്പിൾ 4, പെൻസിൽ അല്ലേ? പെൻസിൽസ് കാണിച്ചിരിക്കുന്നു അല്ലേ? അവിടെ ഏതാണ് തിക്കർ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് തിക്കർ. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ഈ ഹോംവർക്ക് നല്ലവണ്ണം അത് ആദ്യത്തത് ടിക്ക് ചെയ്യുക, ക്രോസ് ചെയ്യുക, രണ്ടാമത്തത് കളർ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഹെവിയർ ആൻഡ് സോഫ്റ്റ് എന്നതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഹാർഡ്, ഹെവിയർ ആൻഡ് സോഫ്റ്റ്.
നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നോ ഫെദർ? അത് ഇതിലും കാണിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ വുഡ് കാണിച്ചില്ലായിരുന്നോ? വുഡ് കാണിച്ചു തന്നില്ലായിരുന്നോ? അതും ഇതിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ടിക്ക് ദ ഒബ്ജക്ട്സ് ദാറ്റ് ആർ സോഫ്റ്റ് ടു ടച്ച് അല്ലേ? ഇതിലെന്താ കാണിച്ചിരിക്കുന്നത്? ഒരു മേറ്റും കാണിച്ചിട്ടുണ്ട്, ഒരു പോട്ടും കാണിച്ചിട്ടുണ്ട്. അതിൽ ഏതാണോ സോഫ്റ്റ് അതിൽ ടിക്ക് ചെയ്യുക. ഇതിൽ ഏതാ? പോട്ടാണോ മേറ്റാണോ സോഫ്റ്റ്? മേറ്റ് അല്ലേ? മേറ്റാണ് സോഫ്റ്റ് അല്ലേ? രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരു ഇങ്ക് പോട്ട് കാണിച്ചിട്ട് ഇങ്ക് പോട്ടും പിന്നെന്താ ഫെദറും കാണിച്ചിട്ടല്ലേ? വിച്ച് ഈസ് സോഫ്റ്റ്? ഇങ്ക് പോട്ടാണോ ഫെദറാണോ? ഫെദർ ഈസ് സോഫ്റ്റ് അല്ലേ? നെക്സ്റ്റ് ടിക്ക് ദ ഹെവിയർ ഒബ്ജക്റ്റ് അല്ലേ? ഇതിൽ ഏതാണ് ഹെവിയർ? നേരത്തെ ഞാൻ കാണിച്ചു തന്നു. ഈ വുഡും കാണിച്ചു തന്നു, ഇതും കാണിച്ചു തന്നു അല്ലേ? ഇതിൽ ഏതാണ് ഹെവി? ഹെവിയർ ആൻഡ് ഇതെന്താണ്? സോഫ്റ്റ് അല്ലേ? ഹാർഡ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ഹെവിയർ? ദിസ് വുഡ് ഈസ് ഹെവിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ ഈ ഹോംവർക്ക് എല്ലാം ചെയ്ത് ഇതിൽ ടിക്ക് ചെയ്യുക. ഇതിൽ ആദ്യത്തിൽ എന്താ ചെയ്യേണ്ടത്? കുട്ടി ക്രോസ് ചെയ്യുക. സെക്കൻഡ് കളർ ചെയ്യുക. തേർഡ് വണ്ണിൽ എന്താ ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? വൺസ് മോർ. ലോങ്, ഷോർട്ട്, മോർ ആൻഡ് ലെസ്. പിന്നെ എന്താ പഠിച്ചത്? ഹാർഡ് ആൻഡ് സോഫ്റ്റ്. പിന്നെ എന്താ പഠിച്ചത്? തിക്കർ ആൻഡ് തിന്നർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലോങ്? ലോങ് മീൻസ് നീളമുള്ളത്. ഷോർട്ട് മീൻസ് നീളം കുറഞ്ഞത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മോർ? മോർ കൂടുതൽ. ലെസ് മീൻസ് കുറവ്. ഹാർഡ് മീൻസ് കട്ടിയുള്ളത്. സോഫ്റ്റ് മീൻസ് മൃദുവായത്. നെക്സ്റ്റ് തിക്കർ ആൻഡ് തിന്നർ അല്ലേ? മെലിഞ്ഞതും. തിക്കർ എന്ന് വെച്ചാൽ എന്താണ്? വണ്ണം കൂടിയത്. തിന്നെന്ന് വെച്ചാൽ എന്താണ്? മെലിഞ്ഞത്. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഞാൻ ചോദിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് നല്ലവണ്ണം പഠിച്ച് തയ്യാറായിട്ട് വരിക. കേട്ടല്ലോ? ഞാൻ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് പഠിച്ചില്ല എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിച്ചെന്നുള്ളത് എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തരണം. ഓക്കെ, താങ്ക് യു.